ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഇന്ന് അനുവും ശൈത്യയും തമ്മിൽ വലിയൊരു ഫൈറ്റ് നടന്നിരുന്നു. അതായത് ശൈത്യ ആദിലയോടും നൂറയോടും മസ്താനിയെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. അതായത് അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ കുറിച്ചും പുറത്തുള്ള അനുമോളുടെ ലൈഫിനെ കുറിച്ചുമെല്ലാം മസ്താനി ആര്യനോട് പറയുന്നത് ശൈത്യ കേട്ടിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ശൈത്യ ആദിലയോടും നൂറയോടും ഈ ഒരു കാര്യം പറയുന്നത്. പക്ഷേ അനുമോൾ വിശ്വസിച്ചിരിക്കുന്നത് ശൈത്യയാണ് അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ കുറിച്ചും പുറത്തുള്ള ലൈഫിനെ കുറിച്ചുമെല്ലാം ആര്യനോട് പറഞ്ഞത് എന്നുള്ളത്. അതങ്ങനെ അനുമോള് ശൈത്യയോട് ഇന്ന് ചോദിക്കുകയാണ്. ഇതിനെ തുടർന്നാണ് ശൈത്യയും അനുമോളും തമ്മിൽ വലിയൊരു രീതിയിലുള്ള വാക്കുതർക്കവും വഴക്കവും എല്ലാം ഉണ്ടാവുന്നത്. അപ്പം ശൈത്യയ്ക്ക് അത് കേട്ടതും നല്ല രീതിയിൽ തന്നെ ദേഷ്യം വരുന്നുണ്ട്. കാരണം ശൈത്യ കാര്യം ആര്യനോട് പറഞ്ഞിട്ടില്ല. ശൈത്യ എന്നിട്ട് അനുമോളോട് പറയുകയാണ്, നീ കണ്ടോ, നീ കേട്ടോ ഞാൻ പറയുന്നത്? ഞാനല്ല അത് ആര്യനോട് പറഞ്ഞത്, എനിക്കതിൻ്റെ യാതൊരുവിധ ആവശ്യവുമില്ല, എനിക്കത് ഉറപ്പുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇനി മേലെ എന്നോട് ചോദിച്ചിട്ട് വന്നാൽ നിൻ്റെ പല്ലടിച്ച് ഞാൻ പൊളിക്കും എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു പല്ലടിച്ച് പൊളിക്കും എന്ന് അനുമോൾ കേൾക്കുന്നതോടുകൂടി അനുമോളുടെ ദേഷ്യം ഒന്നുകൂടെ കൂടുകയാണ്. അങ്ങനെ അനുമോൾ പറയുകയാണ്, നീ ഇങ്ങനെയാണോ എന്നോട് സംസാരിക്കേണ്ടത്? നീ എന്തിനാണ് ഇത്ര ശബ്ദമുണ്ടാക്കുന്നത്? എന്തിനാണ് ഇത്ര ഒച്ച വയ്ക്കുന്നത്? നീ തെറ്റ് ചെയ്തിട്ടില്ല, നീ അത് ആര്യനോട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിന് നീ ഇത്രത്തോളം ട്രിഗർ ആവും? എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളും ശൈത്യവും തമ്മിൽ ആ ഒരു വാക്ക് തർക്കത്തിൻ്റെ ആ ഒരു ഫൈറ്റ് കണ്ടുകൊണ്ട് ആദില അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആദില അനുമോളോട് ചോദിക്കുന്നുണ്ട്, അതിന് നീ കണ്ടോ അനുമോളെ ശൈത്യ ആര്യനോട് ഈ ഒരു കാര്യം പറയുന്നത്? അത് ശൈത്യയല്ല മസ്താനിയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടും അനുമോളത് വിശ്വസിക്കുന്നില്ല. ഞാൻ ഒരു കാരണവശാലും മസ്താനിയെ അവിശ്വസിക്കില്ല, മസ്താനിൻ്റെ അർത്ഥത്തിൽ പറയില്ല എന്നുള്ളത് എനിക്ക് അത്രമേൽ വിശ്വാസമുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ആദില തുടരുന്നുണ്ട്. 2-3 വട്ടം അനുമോളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞാലും നീ വിശ്വസിക്കില്ലേ അനുമോളെ എന്നുള്ളത്. എന്നിട്ടും അനുമോള് മസ്താനിയെ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. മസ്താനിയോട് ഞാൻ ഈ ഒരു കാര്യം പോയി ചോദിച്ചിട്ട് അവസാനം ഞാനും മസ്താനിയും തമ്മിൽ ഒരു ഇഷ്യൂ വരും. അതായത് ശൈത്യയും മസ്താനിയും അനുമോളും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് ശൈത്യയും ആദിലയും മനഃപൂർവ്വം ശ്രമിക്കുകയാണ് എന്നൊരു തെറ്റിദ്ധാരണ അനുമോളുടെ ഉള്ളിലുണ്ട്. അനുമോൾ ചിന്തിച്ച് കൂട്ടുന്നുണ്ട് ആ ഒരു തെറ്റിദ്ധാരണ. അതുകൊണ്ടാണ് മസ്താനി അവിശ്വസിക്കില്ല എന്നുള്ളത് അനുമോൾ പറയുന്നത്. അപ്പോൾ വീണ്ടും ആദില പറയുന്നുണ്ട്, ശൈത്യ പറയുന്നത് നീ കണ്ടിട്ടില്ലല്ലോ, നീ കേട്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നീ ശൈത്യയാണ് എന്നുള്ളത് ഉറപ്പിച്ച് പറയും എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അനുമോൾ പറയുന്നുണ്ട്, മസ്താനി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, പക്ഷെ മസ്താനി അങ്ങനെ പറയില്ല എന്നുള്ളത് എനിക്ക് 100% വിശ്വാസമാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മസ്താനി നല്ലൊരു കട്ടപ്പയാണ് എന്നുള്ളത്, പിന്നിൽ നിന്നും കുത്തുന്ന ഒരു വിഷം ചീറ്റിയാണ് എന്നുള്ളത് അനുമോൾ എപ്പോഴെങ്കിലും തിരിച്ചറിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും.